അനേകം ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേർന്നാണ് ഈ അപ്പം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ അധ്വാന ഫലമാണ്. ഗോതമ്പ്, അനേകം ഗോതമ്പ് മണികൾ ഒരുമിച്ച് കൂടി അപ്പം ഉണ്ടാകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ ഗോതമ്പ് മണി പോലെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ ശരീരമായി മാറാനുള്ളവരാണ്. നമ്മുടെ അധ്വാനം നാം സമർപ്പിക്കണം. നമ്മുടെ അധ്വാന ഫലമാണ് ഈ ഗോതമ്പപ്പം. സ്നേഹവും ഐക്യവും നമ്മിൽ ഉണ്ടാകണം. അതും ഈ ഗോതമ്പപ്പം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. വീഞ്ഞ്, അനേകം മുന്തിരിപ്പഴങ്ങൾ ഞെക്കിപ്പിഴിഞ്ഞ് ആ മുന്തിരിച്ചാറാണ് വീഞ്ഞായിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി ചേർന്ന് യേശുവിൻ്റെ രക്തമായി മാറണം. നമ്മളൊക്കെ കർത്താവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയാന്ന് പറയും. കർത്താവ് ശിരസ്, നമ്മളൊക്കെ അവയവങ്ങൾ. ഒരവയവത്തിന് വേദന വന്നാൽ അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കണം. അതാണ് മിസ്റ്റിക്കൽ ബോഡി, ഭൗതിക ശരീരം കർത്താവിൻ്റെ. ഈ അപ്പവും വീഞ്ഞും നമ്മൾ ഓർപ്പിക്കുന്ന വലിയൊരു കാര്യം ഇക്കാര്യമാണ്.